ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് കാർത്തികയുടെ പാവക്കൂത്തിൻ്റെ ചരട് വലിക്കനുസരിച്ച് തുള്ളുന്ന കുരങ്ങ് പാവയായി നിൽക്കുന്ന സത്യഭാമ തന്നെയാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർസ് ലൈസിന് ആദ്യം മറക്കണം കേട്ടോ. അപ്പം വീണ്ടും സുസ്മിതയുടെ ചിറ്റപ്പൻ്റെ റീ എൻട്രി ആണ് കേട്ടോ ഇനി കാണുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ കാർത്തിക് ഒന്ന് സത്യഭാമയോട് ഭയങ്കര കരച്ചിലും പിടിച്ചിലായിട്ട് ഒന്ന് പറയണം, സത്യാമ്മേ എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല, സത്യാമ്മയ്ക്ക് മാത്രമാണ് എന്നെ ഇഷ്ടം. കാരണം അത് ഞാൻ ചെയ്ത എന്തോ മുജ്ജന്മ സുഹൃത്തും കൊണ്ട് സത്യാമ്മയ്ക്ക് എന്നോട് ഇത്രയും താല്പര്യം. ഇവിടെ ഒരു മനുഷ്യനെ അവിടെ നിൽക്കുന്നതിനകത്ത് ഇഷ്ടമേ അല്ല. സത്യാമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എൻ്റെ വിഷ്ണുവിൻ്റെ കല്യാണം മനഃപൂർവ്വം മുടക്കാനാണ് ഈ പപ്പിമോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നീ എന്തോ പറയുന്ന കാർത്തിക്, ആരും ഒളിപ്പിച്ച് വയ്ക്കാൻ കണ്ടോ? സത്യാമ്മയ്ക്ക് ഇതൊന്നും ഇനി പറഞ്ഞാലും മനസ്സിലാവത്തില്ല. സത്യാമ്മ ഞാനൊക്കെ നേരെ ഒന്ന് ചിന്തിക്കുന്ന കൂട്ടമായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറുക്ക് വഴിയൊന്നും അറിയത്തില്ല. പക്ഷെ അതിനു വേണ്ടി ബുദ്ധിരാക്ഷസായിട്ട് ഒരുത്തി ഉണ്ടല്ലോ, ശാലിനി. അവക്കല്ലേ കറക്റ്റർ ബുദ്ധിയൊക്കെ ഉള്ളത്, അവക്കാണ് ഇതൊക്കെ ചെയ്യാറുണ്ട്. ശാലിനി എന്തിനാ പപ്പിമോളെ ഒളിപ്പിച്ച് വെക്കുന്നത്? നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. കാരണം എന്താണ്, ശാലിനി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കയറി വന്ന് പപ്പിമോളെ മനഃപൂർവ്വമായിട്ട് ബലം പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്? അവൾ ഒച്ച വയ്ക്കത്തില്ല, എല്ലാവരും കേൾക്കത്തില്ല. അതുമല്ലാതെ ശാരദാമ്മ അതിനൊക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതൊരു ചായക്കടയും കൂടെ അടുത്തുള്ളൊരു വീടാണ്, ജനങ്ങൾ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പം പപ്പിമോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ കുഞ്ഞ് നിലവിളിക്കുന്ന കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാരറിയത്തില്ലേ? അതൊന്നും സാധ്യമല്ല. അയ്യോ സത്യാമ്മ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. പപ്പിമോൾ എന്തിനാ കരയുന്നത്? പപ്പിമോളിലെ കൂട്ടുകാരി ആ വീട്ടിലല്ലേ ഉള്ളത്. സത്യം മുന്നത്തെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെ കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് അറിയോ പിടിക്കോ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യത്തില്ലോ, അവിടെ അവരങ്ങ് ഇരിക്കത്തില്ലേ? അത് മുന്നത്തെ തന്നെ ശാലിനി ഈ കാര്യം മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കഴിയുമ്പോൾ സത്യാമ്മ നോക്കിക്കോ, ശാലി തന്നെ കൊണ്ടുവന്ന് പപ്പിമോൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പപ്പിമോൾ ഒന്നും സംഭവിച്ചില്ലാത്ത പോലെ തന്നെ കല്യാണം മുടങ്ങും, തിരിച്ച് ഈ വീട്ടിൽ വരികയും ചെയ്യും. ഇതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ അവർക്കൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ IG വിളിക്കുകയാണ്. അപ്പം IG രാമൻ നായരോ രാമൻകുട്ടിയോ ആരോ ഒരാളുടെ പേര് പറഞ്ഞിട്ട് IG വിളിക്കും. അങ്ങനെ IG കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ചോദിക്കുവാണ്, ഞാൻ കയറി വീട് നേരിട്ട് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സാറേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് അതിനൊരു പെർമിഷൻ വേണമെന്ന് പറയുമ്പം നിങ്ങൾ അവിടുന്ന് പോകുന്ന വഴിക്കത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനകത്ത് ഇതിന് റിപ്പോർട്ട് കൊടുത്തിട്ട് പോയാൽ മതി, ബാക്കി എല്ലാം ഞാൻ റെഡിയാക്കിയുള്ളൂ. IG സത്യഭാമ എന്ന് ജെമിക്ക് കൊടുക്കുന്ന ഒരു വാക്കാണ് ആ ഒരു കാര്യം. വിഷ്ണു വന്ന് ഭയങ്കര വിളിയാണ്. അപ്പം വിഷ്ണു ഒന്ന് ചോദിക്കും, എന്തോമ്മേ എടാ നീ വാ, എനിക്കൊരു സ്ഥലം വരെ. അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവനായർ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ ഭാമേ? വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോർപ്പാണ്. അതൊക്കെ വന്നിട്ട് പറയും അവനെ കൊണ്ട് നരകത്തിലേക്ക് പോകുന്നു. നരകത്തിലേക്ക് നിനക്കങ്ങ് ഒറ്റയ്ക്ക് പോയാൽ പോരെ, അവൻ എന്തിനാ കൂട്ടുപിടിക്കുന്നത്? എടാ മോനെ ചെല്ല്, പിന്നെ അമ്മ കൈലാസത്തിലേക്കുള്ള വിളിയാണ്, നീ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി. എന്നിട്ട് വിഷ്ണുവിനെ കളിയാക്കും അച്ഛാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എടാ വിഷ്ണു നീ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, അല്ല പിന്നെ വരാമെന്നിട്ട് വിഷ്ണു കൂടെ എന്താണ് ഇറങ്ങിപ്പോകണം. അപ്പം വിഷ്ണു സത്യഭാമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഈ എന്ന് പറയുന്ന പോലെ പൂമുഖ പടി വരെ വന്ന് നിന്ന് ഇവർ പോകുന്ന നോക്കും. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവളുടെ മനസ്സിനകത്തൊരു ഊറിച്ചിരി അവളുടെ മുഖത്തത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇത് കണ്ടിട്ട് രാഘവനാഥ് ചോദിക്കുന്നുണ്ട്, എന്തുവാടി നിനക്ക് ഇത്ര ഒരു ചിരിയും കൂടെ ഉണ്ടല്ലോ മുഖത്ത്? അപ്പോഴത്തേക്ക് ഇവളെന്താണെന്ന് അറിയോ, ആ ചിരിയങ്ങ് മുഖത്ത് മാച്ചിട്ട് ഒന്നും മിണ്ടാതെ കയറി പോകുമ്പോൾ നമ്മുടെ പിള്ളേച്ചേട് പറയുന്നത്, സാറ് ഇവൾ ഒറ്റ എത്തി കാരണം ശാലിമൊക്കെ ഈ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത്, ഇവളാണ് എല്ലാവിധ കളിയും കളിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ തന്നെ മനഃപൂർവ്വം കെട്ടിയെടുത്തുകൊണ്ട് വന്ന സാധനമല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ രാഘവനാഥ് അവർ പറഞ്ഞിട്ട് ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഭാമ വിഷ്ണുവിനെ കൊണ്ട് എവിടേക്കായിരിക്കും പോകുന്നത്? വിഷ്ണു ഡ്രൈവ് ചെയ്യുമ്പം വിഷ്ണുവിനെ ചിന്താതി ഇതൊക്കെ തന്നെയാണ്. അമ്മ എന്നാലും എന്നെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഇനി ശാലിനിയുടെ വീട്ടിലേക്ക് വല്ല ആണോ? അയ്യോ പ്രശ്നം ആവുമല്ലോ എന്നൊക്കെ വിഷ്ണു പോകുന്ന വഴി ചിന്തിക്കുന്നുണ്ട്. സത്യഭാമ കടുത്ത ദേഷ്യത്തിൽ ഇരിക്കുകയാണ് ശാലിനിയുടെ വീട്ടിൽ നിന്ന് ഇപ്പം പപ്പിമോളെ പിടിച്ചിറക്കാമെന്നുള്ള രീതിക്കകത്ത്. അങ്ങനെ അവരവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാറിൽ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ശാലിനി എന്താണ് ശാരദാമ്മയോട് സംസാരിച്ചിട്ട് പപ്പിമോൾ അന്വേഷിച്ച് സ്വന്തമായിട്ട് തന്നെ ഇറങ്ങുമോ, കാരണം തനിക്ക് ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല, കാരണം സ്വന്തം കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ഇറങ്ങുമെന്നതിന് പറഞ്ഞ് ഇറങ്ങാനായിട്ട് ഫോണൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും അകത്ത് പപ്പിമോൾ എന്താണ് ഈ പാവകളൊക്കെ പപ്പിമോൾ സത്യമോളൊക്കെ അവർക്ക് കിട്ടിയ പാവകളൊക്കെ തമ്മി കാണിച്ചു കൊടുക്കുകയാണ്. സത്യമോൾക്ക് എന്താണ് ഉത്സവത്തിനൊക്കെ പോയപ്പോൾ മേടിച്ചു കൊടുത്ത പാവയാണ്. അപ്പോൾ നിങ്ങൾ ഉത്സവത്തിനൊക്കെ പോകല്ലേ? അപ്പോൾ ഉത്സവത്തിനൊക്കെ പോകും ശാരദം ഭയങ്കര എന്താണ് ദൈവഭക്തിയുള്ള കൂട്ടത്തിനകത്താണ്. അങ്ങനെ നല്ലപോലെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പപ്പിയുടെ കാര്യം പറയാനുണ്ടെന്ന് പറയും. പപ്പി പറയുന്നുണ്ട്, അത് ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ലേ, അപ്പോൾ എൻ്റെ കാര്യം കൂടെ പറയണ്ടെന്നൊക്കെ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോള് പറയുമോ, എനിക്ക് ദാഹിക്കുന്നുണ്ട് സത്യം, കുറച്ച് വെള്ളം കിട്ടുമെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ജഗ്ഗിലെ വെള്ളം തന്നു. അപ്പോൾ നമ്മുടെ സത്യമോള് പറയുന്നത്, പപ്പിക്ക് വെള്ളമല്ലേ വേണ്ട, നമുക്ക് എന്തായാലും വെള്ളം കുടിക്കണം, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാതിന് നമ്മുടെ സത്യമോള് ജഗ്ഗും കൊണ്ട് വെള്ളം എടുക്കാൻ പുറത്തിറങ്ങുന്നതും കറക്റ്റ് സത്യഭാമയുടെ കാറിൻ്റെ എൻട്രിയും ഒരേപോലെയാണ്. അപ്പോൾ സത്യഭാമ തന്നെ, എടി നീ എൻ്റെ കൊച്ചിനെ പിടിച്ച് വെച്ചിരിക്കല്ലേ, ഇറക്കി വിടടി എൻ്റെ കൊച്ചിനെ, ശാലിനി മര്യാദയ്ക്ക് ഇറക്കി
വിടുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ വീട് എറിയതാക്കിയല്ലേ കളക്ടർ കൊച്ചമ്മയുടെ കയ്യിൽ തന്നെ വിലം കണിയിച്ചിട്ടാക്കി കൊണ്ടുപോകുന്നത്. നമ്മുടെ വിഷ്ണുവിന് മനസ്സിലായി അമ്മ എന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് മറ്റൊന്നിനും അല്ല, ഇവിടെ ശാലിനിയുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ ശാലിനി പറയും സത്യം എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ പപ്പിമോളെ പിടിച്ചുകൊണ്ട് വന്നു, പപ്പിമോളെ ഞാൻ എന്തിനെ പിടിച്ചുകൊണ്ട് വന്നു, അവൾ എൻ്റെ മോളല്ലേ എന്ന് ശാലിനി അറിയുമ്പം നമ്മുടെ ശാതാമ്മ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ മോളല്ലേ, അയ്യോ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയോ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ മോളൊന്നുമല്ല, അതെങ്ങനെയാടി എൻ്റെ മകൻ രോഹിത്തിൻ്റെ മോളാണ്, വല്യമ്മയായാലും മുത്തശ്ശിയായാലും അതൊക്കെ അതിന് ശേഷമുള്ള ബന്ധങ്ങളാണ്. പ്രധാനമായിട്ട് അമ്മ വീട്ടുകാരെ ഇങ്ങനെ സ്വന്തം കൊണ്ടാടാനൊന്നും ആരും വരേണ്ട ആവശ്യമില്ല, ആദ്യം എൻ്റെ കൊച്ചിനെ ഇറക്കി വിടടി, അല്ലെങ്കിൽ ഇനി തെറ്റ് ചെയ്തത് ഇനി കളക്ടറല്ല ഇനി ഏത് കൊമ്പത്തവളാണെങ്കിലും കൈ വിലങ്ങ് വെച്ചുകൊണ്ട് പോകാൻ സത്യഭാമയ്ക്കറിയാം, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് വന്നത്, നീ ആയിട്ട് ഇറക്കി വിട്ടാൽ നിന്നെ കൊള്ളാം ശാലിനി, അല്ലെങ്കിൽ നാട്ടുകാർ കാണത്തക്ക രീതിയിൽ നിന്നെ നാണം കെടുത്തിട്ടാക്കി ഞാൻ പോകുന്നതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ സത്യമോൾ അകന്ന് കേൾക്കും, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലെത്തിയെന്ന് നമ്മുടെ സത്യമൊക്കെ ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗോപാലേട്ടനും അതുപോലെ ശാതാമെന്നുണ്ട് സത്യാമി നിങ്ങൾ എന്തോ പറയുന്നത്, നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരല്ലേ, ഞങ്ങളും കുഞ്ഞിനെ തേടി തന്നെയുള്ള അന്വേഷണത്തിനകത്താണ്. അപ്പോൾ ശാലി പറയുന്നത് ഞാൻ ഇപ്പോഴും പപ്പിമോൾ ഒറ്റയ്ക്ക് അന്വേഷിച്ച് ഇറങ്ങാൻ വേണ്ടി നിന്നതേ ഉള്ളൂ, വിഷ്ണുവേട്ടാ എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിഷ്ണുവേട്ടാ സത്യാമി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, ഞാൻ ഇതിനകം ചെയ്യുന്നത്, ഞാൻ പോലും പപ്പിമോൾ അന്വേഷിച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ, എനിക്ക് ഇതേ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. വിഷ്ണു പറയുന്നുണ്ട് സത്യ എന്നൊരു കുട്ടി മാത്രമല്ലേ ഫ്രണ്ടായിട്ടുള്ളൂ, സത്യയുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉള്ളല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും അമ്മ പറഞ്ഞ വാക്കിൽ തന്നെ നിൽക്കുമ്പോൾ ഗോപാലായിട്ട് ഭയങ്കര കലി വരാം. ദേ സത്യാമേ നിങ്ങൾ പറയുന്നൊക്കെ ഒരു കാര്യം, ഇത് എൻ്റെ വീട്ടുമുറ്റോ, ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ കാലിൽ ഞാൻ വെട്ടിയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്കും വിഷ്ണുവിനും ഭയങ്കര ദേഷ്യം. വിഷ്ണു എന്താണ് എടോ നിങ്ങളെന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് ശാലിനിയുടെ അച്ഛൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്, പെട്ടെന്ന് ശാലിനി നോക്കിയിട്ട് അങ്ങ് ആ ഒരു ദേഷ്യം അങ്ങ് കടിച്ച് പിടിച്ചിട്ട് പറയുവാണ് അച്ഛാ നിങ്ങൾ വെറുതെ ഇതാക്കട്ടെ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതല്ലേ എന്ന് പറയുമ്പം ലാസ്റ്റ് എന്താണ് ശാലിനി പറയുന്നു അച്ഛാ പ്രശ്നത്തിനൊന്നും നിൽക്കേണ്ട, അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളെന്താ നമുക്കറിയാലോ, അവർക്ക് എന്ത് ചെയ്യണോ അവർ ചെയ്യട്ടെ എന്ന് ഇവിടെ എന്താണ് ശാലിനി ആ തീരുമാനം നിൽക്കുമ്പോൾ അകത്ത് പപ്പിമോളാണെങ്കിൽ നേരെ എന്താണ് പേടിച്ചിരിക്കുകയാണ്. കാരണം ആരെങ്കിലും വന്നു ഒന്ന് രീതിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്ക് സത്യമോൾ പറയുമോ പപ്പി പ്രശ്നമായി കേട്ടോ, സത്യാമ്മ അതുപോലെ ബിഗ് ഫ്രണ്ടും എല്ലാവരും ഇവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാനാന്ന് തോന്നുന്നു, പോലീസൊക്കെ വന്നു തോന്നുന്നു, അപ്പം പോലീസ് വന്നാലേ എല്ലാ റൂമും അരിച്ചു പെറുക്കും, അതിന് മുന്നേ നിന്നെ എവിടെയാണ് ഒളിപ്പിക്കുന്നത്, ആ ഒരു ഐഡിയ ഉണ്ട്, അവിടെ ഒരു മുറിയുണ്ട്, അത് ആരും അയ്യോ വേണ്ട അവിടെ വേണ്ട, അവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുമോ, അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വേണ്ട അത് വേണ്ട, വേറെ എവിടാ എന്ന് ചിന്തിച്ച് ഒരു ഐഡിയ കണ്ടെത്തുവാണ് നമ്മുടെ സത്യമോള് പപ്പിമോള് ഒളിപ്പിക്കാനായിട്ട്. ഭയങ്കര വഴക്ക് നടക്കുവാണ്, സത്യഭാമയും ശാലിനിയൊക്കെയായിട്ട് സംസാരിച്ച് ഭയങ്കര വഴക്കിനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ ഓടി വന്ന് പപ്പിമോളെ ആരും കാണാതെ റൂമിൽ നിന്ന് മാറ്റാൻ നോക്കുവാണ്. അപ്പം മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ കൂടെ ശാന്തശേഷി പോവാം. അപ്പം അയ്യോ പപ്പി പുറത്തിറങ്ങല്ലേ അകത്ത് തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് എന്താണ് ശാന്തശേഷിയും പോയ ശേഷം നേരെ പപ്പിമോളെ വിളിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ സത്യമോൾ അങ്ങ് ഓടുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർ ചെയ്തിട്ട് ആരും മറക്കണ്ട കേട്ടോ. ഇന്ന് എപ്പിസോഡ് വളരെ ഷോർട്ടാക്കി പറഞ്ഞതിൻ്റെ കാര്യം ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇതിനകത്ത് വലിയ പ്രധാനപ്പെട്ട ഡയലോഗ്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ഷോർട്ടായിട്ട് പറഞ്ഞത്. അപ്പം ഇതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടാൽ മതി, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ. ബൈ.